Welcome back all of you. Thaimanaana Cardiac Arrhythmia and Antiarrhythmic drugs. ഈ വീഡിയോ സീരീസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്, സെക്കൻഡ് വീഡിയോ. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് അരിത്മിയ എന്ന് പറഞ്ഞു. Then we saw normal cardiac action potential, SA nodal action potential കണ്ടു, ventricular cells or Purkinje fibers-ലെ action potential-ഉം കണ്ടു. So ഇവിടുത്തെ രണ്ട് action potential നമ്മൾ കണ്ടു. Then we saw bradyarrhythmia. Bradyarrhythmias-നെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന്റെ ട്രീറ്റ്മെന്റ് ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. സോ ഇനി നമുക്ക് പറയാനുള്ളത് ടാക്കിഅരിത്മിയയെ കുറിച്ചിട്ടാണ്. ടാക്കിഅരിത്മിയയുടെ മെക്കാനിസംസ് നമ്മൾ പറയണം, ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏതെല്ലാം എന്ന് നമുക്ക് കാണണം. അതിനുശേഷം ഇത് തീർന്നിട്ട് നമുക്ക് ആന്റിഅരിത്മിക് ഡ്രഗ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 60 മുതൽ 100 വരെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് നോർമൽ ഹാർട്ട് ബീറ്റ് ആണെന്ന് പറഞ്ഞു. താഴ്ന്നു കഴിഞ്ഞാൽ ബ്രാഡിഅരിത്മിയ ആണെന്ന്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ വാട്ട് ഈസ് ടാക്കിഅരിത്മിയ? അപ്പോൾ കൂടുന്നതാണ്. ഒരു 100 മുതൽ 150 വരെയാണെങ്കിൽ നമ്മൾ അതിനെ സിമ്പിൾ ടാക്കികാർഡിയ എന്നാണ് പറയുക. സിമ്പിൾ ടാക്കികാർഡിയ ഓർ സിമ്പിൾ ടാക്കികാർഡിയ. ഇനി 150 മുതൽ 250 വരെ നമ്മൾ പാരോക്സിസ്മൽ ടാക്കിഅരിത്മിയ എന്ന് പറയാം. പാരോക്സിസ്മൽ എന്ന് പറയാൻ കാരണം അത് സഡൻലി സ്റ്റാർട്ട്സ് ആൻഡ് സഡൻലി ടെർമിനേറ്റ്, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും പെട്ടെന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ പാരോക്സിസ്മൽ എന്ന് പറയും. ആൻഡ് 250 to 350 350 വരെ വി കോൾ ഇറ്റ് ആസ് ഫ്ലട്ടർ എന്നാണ് വിളിക്കുക, ഫ്ലട്ടർ. ആൻഡ് എബവ് 350 അതിന് മുകളിലേക്ക് ഫ്ലട്ടർ അല്ല, ഫിബ്രിലേഷൻ ആണ്. ഇതാണ് ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. സോ ഫിബ്രിലേഷനും ഫ്ലട്ടറും വെരി ഡേഞ്ചറസ് ആണ്. കാരണം എന്താ വെച്ചാൽ ദർ ഈസ് ഇൻഎഫക്റ്റീവ് ഓർ ഇൻകംപ്ലീറ്റ് കാർഡിയക് കൺട്രാക്ഷൻ ആണ്. കാർഡിയക് കൺട്രാക്ഷൻ കംപ്ലീറ്റ് അല്ല. കാർഡിയക് കൺട്രാക്ഷൻ കംപ്ലീറ്റ് അല്ലാത്ത സ്ഥിതിക്ക് എന്താ പ്രശ്നം? കാർഡിയക് ഔട്ട്പുട്ട് കുറവായി. സോ കാർഡിയക് ഔട്ട്പുട്ടിനെ ബാധിക്കും. അതുകൊണ്ട് ദിസ് ഈസ് ഡേഞ്ചറസ്. ഇനി നമുക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈറ്റ് അനുസരിച്ച് ഹേർട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടാക്കി തിരിക്കാം. വൺ ഈസ് സുപ്രാവെൻട്രിക്കുലാർ അരിത്മിയ എന്ന് വിളിക്കാം. ആദ്യത്തേത് സുപ്രാവെൻട്രിക്കുലാർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ SA നോഡിൽ ഉണ്ടാകുന്ന അരിത്മിയ സുപ്രാവെൻട്രിക്കുലർ ആണ്. ഏട്രിയൽ മൊത്തം ഉണ്ടാകുന്ന സുപ്രാവെൻട്രിക്കുലർ ആണ്. AV നോഡിൽ ഉണ്ടാകുന്നത്. സോ എബവ് AV നോട്ട്, ഇവിടത്തിന് മുകളിൽ ഉണ്ടാകുന്ന എല്ലാം നമുക്ക് സുപ്രാവെൻട്രിക്കുലാർ ടാക്കിഅരിത്മിയ എന്നാണ് നമുക്ക് പറയാം. സോ അവിടെ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഏട്രിയൽ ഫ്ലട്ടർ ആണ്, ഏട്രിയൽ ഫ്ലട്ടർ ആൻഡ് ഏട്രിയൽ ഫിബ്രിലേഷൻ പോലെയുള്ളവയൊക്കെയാണ്. സോ ഇതും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദിസ് ഡസൻ അഫക്ട് ദ കാർഡിയക് ഔട്ട്പുട്ട്. ഇത് അത്ര കാർഡിയക് ഔട്ട്പുട്ടിനെ അത്ര അധികം ബാധിക്കുന്നില്ല. ആൻഡ് സെക്കൻഡ് വൺ ഈസ് വെൻട്രിക്കുലാർ ടാക്കിഅരിത്മിയ ആണ്. വെൻട്രിക്കുലാർ ടാക്കിഅരിത്മിയ ഈസ് ഡേഞ്ചറസ്. അത് ഇപ്പോൾ ഇവിടെ ബണ്ടിൽ ഓഫ് ഹിസിലായാലും അല്ലെങ്കിൽ പെർക്കിൻജി ഫൈബേഴ്സിലായാലും ഓർ ഇൻ ദ വെൻട്രിക്കിളിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രശ്നം. വെൻട്രിക്കുലാർ മയോസൈഡ്സ്, വെൻട്രിക്കിളിലെ സെല്ലുകൾ ഉണ്ടാവുന്നതാണ് ഏറ്റവും ഡേഞ്ചറസ്. സോ ഇവിടെ ഉണ്ടാകുന്ന ഫ്ലട്ടർ, വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ, സോ ദിസ് ഈസ് വെരി ഡേഞ്ചർ. മരണം വരെ ഉണ്ടാവും. ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഫ്ലട്ടറും ഫിബ്രിലേഷനും ഇൻകംപ്ലീറ്റ് കാർഡിയക് കൺട്രാക്ഷൻ ആണ്. സോ ദർ ഈസ് നോ കാർഡിയക് ഔട്ട്പുട്ട് വളരെയധികം കുറവാണ്. സോ ഈവൻ ഡെത്ത് ക്യാനോ, മരണമൊക്കെ സംഭവിക്കാവുന്നത് ഇത്തരത്തിലുള്ള കാർഡിയക് അരിത്മിയ മൂലമാണ്. ഇനി എന്തുകൊണ്ട് ടാക്കിഅരിത്മിയ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റീസൺസ് പറയാം. One is increased impulse generation കൂടുന്നത് കൊണ്ടാണ് ഒരു കാര്യം. രണ്ടാമത്തത് increased impulse conduction ആയിരിക്കുമല്ലോ. ഇമ്പൾസ് ഉണ്ടാവുക, അത് കണ്ടക്ട് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴത്തേക്കും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ടാക്കിഅരിത്മിയ കൂടുതലായിട്ട് ഉണ്ടാകാം. ആൻഡ് ഇൻക്രീസ് ഇമ്പൾസ് ജനറേഷൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് രണ്ട് റീസൺസ് പറയാം. വൺ ഈസ് എൻഹാൻസ്ഡ് ഓട്ടോമാറ്റിസിറ്റി ആൻഡ് രണ്ടാമത്തെ റീസൺസ് ഇമ്പൾസ് ജനറേഷൻ എന്തുകൊണ്ട് കൂടുതലുണ്ടാവുന്ന വെച്ചാൽ ദാറ്റ് ഈസ് അതിനെ നമ്മൾ ട്രിഗേർഡ് ഓട്ടോമാറ്റിസിറ്റി ഓർ അതിന് നമുക്ക് വേറൊരു പേര് പറഞ്ഞാൽ ആഫ്റ്റർ ഡീപോളറൈസേഷൻ എന്ന് പറയും. സോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാവും. ഇൻക്രീസ്ഡ് ഇമ്പൾസ് കണ്ടക്ഷൻ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് റീ എൻട്രി മൂലമാണ്. ആൻഡ് ദിസ് റീ എൻട്രി മെക്കാനിസം ആണ് ഏറ്റവും ഡേഞ്ചറസ്. ഇതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള വെൻട്രിക്കുലാർ ഫിബ്രിലേഷനോ വെൻട്രിക്കുലാർ ഫ്ലട്ടറോ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സീരിയസ് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ബിക്കോസ് ഓഫ് ദിസ് റീ എൻട്രി മെക്കാനിസം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ആദ്യം എൻഹാൻസ്ഡ് ഓട്ടോമാറ്റിസിറ്റി എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് നമുക്ക് നോക്കാം. സോ ഓട്ടോമാറ്റിസിറ്റി നമുക്കറിയാം SA നോഡൽ സെൽസിന്റെ പ്രോപ്പർട്ടിയാണ്. SA നോഡൽ സെൽസ് മാത്രമല്ല, അത് AV നോഡൽ സെൽസിന്റെ പ്രോപ്പർട്ടിയാണ്. എങ്കിലും SA നോഡാണ് മെയിൻ കാർഡിയക് പേസ് മേക്കർ. സോ ഇവിടെ നിന്നാണ് ഇമ്പൾസ് ഉണ്ടാകുന്നത്.
എ നോഡിൽ നിന്നാണ് ഇമ്പൾസ് ഉണ്ടാവുന്നത്. എസ് എ നോഡിന്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടതാണ്, ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുക. സോ ഇത് ഫേസ് 0 ആണ് നമ്മൾക്കറിയാം, ഇത് ഫേസ് 3 ആണ്. ആൻഡ് ദിസ് ഈസ് ഇവിടെയുള്ള സ്ലോപ്പ് ആണ് ഫേസ് 4. സോ അത് ഇവിടെ ഇങ്ങനെ വരുന്നു, പിന്നെ ഇങ്ങനെ വരുന്നു, ഇങ്ങനെയാണ് വരിക. ഈ ഫേസ് 4 എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ഫേസ് 4ൽ എന്തായാലും സംഭവിക്കുക, അവിടെ HCN ചാനൽ ഉണ്ട്. HCN ചാനൽ വരുമ്പോൾ കുറച്ച് സോഡിയവും കാൽഷ്യവും അകത്ത് കയറുന്നു. ദെൻ രണ്ടാമത്തെ ട്രാൻസിയൻ കാൽഷ്യം ചാനൽ ഉണ്ട്, അപ്പോഴും കാൽഷ്യം അകത്തേക്ക് കയറും. ഫേസ് 0 ഈസ് ബിക്കോസ് ഓഫ് കാൽഷ്യം അകത്തേക്ക് കയറുന്നുണ്ടാണ്. ഫേസ് 3 ഈസ് ബിക്കോസ് ഓഫ് പൊട്ടാസ്യം ഗോയിങ് ഔട്ട്. ഇതാണ് നമ്മൾ കണ്ടത്. സോ ഇവിടെ കാൽഷ്യം ദിസ് ഫേസ് 4ൽ കാൽഷ്യം അധികമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോ വൺ റീസൺ ഫോർ ദിസ് എൻഹാൻസ്ഡ് ഓട്ടോമാറ്റിസിറ്റി ഈസ് ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവിറ്റി. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവിറ്റി കൂടുമ്പോഴത്തേക്കും ഇതിന്റെ സ്ലോപ്പ് കുറയും. സോ ദിസ് വിൽ ബിക്കം സ്ട്രെയിറ്റ് ലൈൻ. വേഗത്തിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു. സ്ലോപ്പ് ബിക്കംസ് മോർ സ്ട്രെയിറ്റ്. ഡിക്രീസ്ഡ് സ്ലോപ്പ്. ഈ സ്ലോപ്പ് കുറയും. എന്തുകൊണ്ടാണ്? അഡ്രിനാലിൻ അത് സൈക്ലിക് AMP ഉണ്ടാവുന്നു. സൈക്ലിക് AMP ഉണ്ടാവുമ്പോഴത്തേക്കും ദാറ്റ് ക്യാൻ ആക്ട് ഓൺ ദ HCN ചാനൽ. ഇതിനെ നമുക്ക് സിമ്പതറ്റിക് ടാക്കിക്കാർഡിയ എന്നാണ് പറയുക. സിമ്പതറ്റിക് ടാക്കിക്കാർഡിയ. സോ ഇതുണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, വെറുതെ എക്സസൈസ് ചെയ്താൽ മതി. നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും ടാക്കിക്കാർഡിയ, സിമ്പതറ്റിക് ടാക്കിക്കാർഡിയ ഉണ്ടാവും. ദെൻ നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ ഫീവർ ക്യാൻ കോസ് ദിസ്. ദെൻ ഹൈപ്പർ തൈറോയിഡിസം. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം കൂടിക്കഴിഞ്ഞാൽ T3 T4 കൂടുതലായി കഴിഞ്ഞാൽ ഉണ്ടാക്കാം. ദെൻ ഫിയോക്രോമോസൈറ്റോമ എന്ന് വെച്ചാൽ എന്താണ്? ഫിയോക്രോമോസൈറ്റോമ എന്ന് വെച്ചാൽ ക്യാൻസർ ഓഫ് ദ അഡ്രീനൽ മെഡുലയിലുള്ള ക്യാൻസർ വരുമ്പോഴത്തേക്കും അഡ്രിനാലിനും നോറഡ്രിനാലിനും വളരെയധികം കൂടും. സോ ഇതൊക്കെ കൊണ്ടുണ്ടാകുന്നതാണ്. സോ ഫോർ ദിസ് സിമ്പതറ്റിക് ടാക്കിക്കാർഡിയ ഓർ ബിക്കോസ് ഓഫ് ദിസ് എൻഹാൻസ്ഡ് ഓട്ടോമാറ്റിസിറ്റി വി ക്യാൻ ഗിവ് സിംപ്ലി ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുത്താൽ മതി. സോ ബീറ്റ ബ്ലോക്കേഴ്സ് ഏതൊക്കെയാണ്? പ്രൊപ്രാനലോൾ, അറ്റനലോൾ, മെറ്റോപ്രലോൾ. സോ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രലോൾസ് ഡ്രഗുകളുണ്ട്. സോ ദിസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ സിമ്പതറ്റിക് ടാക്കിക്കാർഡിയ. സോ വി ക്യാൻ ഗിവ് ബീറ്റ ബ്ലോക്കേഴ്സ്. സപ്പോസ് ദിസ് എൻഹാൻസ്ഡ് ഓട്ടോമാറ്റിസിറ്റി ഈസ് നോട്ട് ദർ ഇൻ ദ SA നോഡ്. ഇവിടെ SA നോഡിൽ അല്ല എന്ന് വിചാരിക്കാം. വി ഹാവ് അതർ നോഡ്സ്. AV നോഡുകൾ ഉണ്ടല്ലോ. AV നോഡ് ഉണ്ട്. ദെൻ ഏട്രിയലായിരിക്കാം, അല്ലെങ്കിൽ വെൻട്രിക്കിൾ. ഇവിടെ എല്ലാം എൻഹാൻസ്ഡ് ഓട്ടോമാറ്റിസിറ്റി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സോ ഇവിടെ SA നോഡ് അല്ലെങ്കിൽ ദിസ് ക്യാൻ ബി ബിക്കം മോർ ആക്റ്റീവ്. ഇത് കൂടുതൽ ആക്റ്റീവ് ആകാം. സോ നമ്മൾ ഫേസ് 4ൽ കണ്ടതാണ്. ഫേസ് 4ൽ കാൽഷ്യം വർദ്ധിച്ചു കഴിയുമ്പോഴത്തേക്കും ദിസ് ഓട്ടോമാറ്റിസിറ്റി വിൽ ഇൻക്രീസ്. സോ എവിടെയാണ് കാൽഷ്യം വർദ്ധിക്കാൻ ചാൻസ്? ഇൻ അഞ്ചൈനയിൽ കൂടാം, ഓർ MI, ഓർ നമുക്കതിനെ ഇസ്കീമിക് ഹേർട്ട് ഡിസീസസ് എന്ന് പറയാം. ഇസ്കീമിക് ഹേർട്ട് ഡിസീസസ് വന്നു കഴിയുമ്പോഴത്തേക്കും കാൽഷ്യം ലെവൽ ഇൻ ദ ഹേർട്ട് വിൽ ഇൻക്രീസ്. സോ അപ്പോഴത്തേക്കും ദിസ് സ്ലോപ്പ് വിൽ ബി ഡിക്രീസ്. ഫേസ് 4 സ്ലോപ്പ് കുറയുകയും വേഗം അടുത്ത കൺട്രാക്ഷൻ ആരംഭിക്കുകയും ചെയ്യും. സോ അപ്പോഴത്തേക്കും ഈ പേസ് മേക്കറുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ലേറ്റന്റ് പേസ് മേക്കർ ആണ്. സോ ദീസ് ഓൾ വിൽ ബിക്കം ആക്റ്റീവ്. ആൻഡ് ഇവിടെ നിന്നായിരിക്കും അപ്പോൾ കൺട്രാക്ഷൻ തുടങ്ങുക. സോ ഇപ്പോൾ ഏട്രിയിൽ നിന്നാണെങ്കിൽ നമ്മൾ അതിനെ ഏട്രിയൽ ടാക്കിക്കാർഡിയ എന്നായിരിക്കും പറയാം. വെൻട്രിക്കിളിൽ നിന്നാണെങ്കിൽ വെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയ എന്ന് പറയും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ AV നോഡ് ആണെങ്കിൽ ജംഗ്ഷണൽ ടാക്കിക്കാർഡിയ ഓർ വേറെ പേര് നോഡൽ ടാക്കിക്കാർഡിയ എന്നാണ്. ഓക്കെ. സോ ഇവിടെ നമ്മൾ പറഞ്ഞത് ആദ്യം നമ്മൾ പറഞ്ഞ SA നോഡിലുള്ളതാണ്. ഇത് ഇഫ് ദിസ് ഈസ് നോട്ട് ആക്റ്റീവ്, ഇവിടെ ഉള്ളതൊക്കെ ആക്റ്റീവ് ആകുകയാണെങ്കിൽ ഉള്ള കാര്യമാണ് എൻഹാൻസ്ഡ് ഓട്ടോമാറ്റിസിറ്റി. സോ വാട്ട് ഈസ് ദ ട്രീറ്റ്മെന്റ്? ഈ സെയിം ബീറ്റ ബ്ലോക്കർ തന്നെയാണ്. വി ക്യാൻ give beta blocker. So the drug is beta blocker. But if the patient is not hemodynamically stable, unstable ആയിട്ടുള്ള patient ആണെങ്കിൽ we cannot give beta blocker. We have to go through the atrial flutter അല്ലെങ്കിൽ atrial fibrillation അങ്ങനെയൊക്കെ ഉള്ളതിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും. സോ ഇതാണ് എൻഹാൻസ്ഡ് ഓട്ടോമാറ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി അബ്നോർമൽ ഇമ്പൾസ് ജനറേഷനിലെ രണ്ടാമത്തെ റീസൺ ഓർ മെക്കാനിസം എന്ന് പറയുന്നത് ട്രിഗേർഡ് ആക്ടിവിറ്റിയാണ്. ട്രിഗേർഡ് ഓട്ടോമാറ്റിസിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ട്രിഗേർഡ് ഓട്ടോമാറ്റിസിറ്റി. സോ ഇത് ഈസ് ബിക്കോസ് ഓഫ് 2 റീസൺസ്. ഇത് 2 കാരണങ്ങൾ കൊണ്ടാകാം. ഒന്ന്, വി കോൾ ഇറ്റ് ആസ് ഏർലി ആഫ്റ്റർ ഡീപോളറൈസേഷൻ ആൻഡ് സെക്കൻഡ് ഈസ് ഡിലേഡ് ആഫ്റ്റർ ഡീപോളറൈസേഷൻ. സോ രണ്ടും ആഫ്റ്റർ ഡീപോളറൈസേഷൻ ആണ്. അത് 2 തരമുണ്ട്. ഏർലി ആഫ്റ്റർ ഡീപോളറൈസേഷൻ ആൻഡ് ഡിലേഡ് ആഫ്റ്റർ ഡീപോളറൈസേഷൻ. ഇതാണ് നമ്മൾ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ വരച്ചത്. ഇത് ഫേസ് 4 ആണ്, ഇത് 0 ആണ്, ഇത് 1 ആണ്, 2 ആണ്, 3 ആണ്.
വീണ്ടും 4. So this early after depolarization is due to a problem in the phase 3. Phase 3 പ്രോബ്ലം ആണെങ്കിൽ this delayed after depolarization is a problem in the phase 4. ഇത് ഇവിടുത്തെ പ്രശ്നമാണ്. ഇത് early after depolarization is a problem in the phase 3. ഇവിടെ ventricles in the phase 3 it is not able to repolarize. Repolarization നടക്കുന്നില്ല. So repolarization നടക്കാതിരിക്കും കാരണം ഒന്നുകിൽ repolarization നടക്കാനുള്ള കാരണം എന്തുണ്ടായിരുന്നു? പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. So there is no opening of potassium channel. Potassium channel is not opening. അത് തുറക്കുന്നില്ല. അതായിരിക്കാം ഒരു കാര്യം. പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നില്ല. പൊട്ടാസ്യം ചാനൽസ് മേ ബി ബ്ലോക്ക്. ഒന്ന്. രണ്ടാമത്തേത് സെക്കൻഡ് ഫേസിൽ ഇതൊരു പ്ലേറ്റർ ഫേസ് ആണ്. കാൽഷ്യം അകത്തേക്ക് കയറുന്നു എന്ന് പറഞ്ഞു. സോ മേ ബി ഹിയർ കാൽഷ്യം ഈസ് എന്റേർഡ് മോർ. കാൽഷ്യം അവിടെ അകത്തേക്ക് കൂടുതലായിട്ട് കയറിയത് കൊണ്ടാകാം. എക്സസീവ് കാൽഷ്യം ചാനൽസ് ഓപ്പണിംഗ്. ഇവിടെ കാൽഷ്യം ചാനൽസ് ഓപ്പണിംഗ് ഉണ്ടായിട്ടുണ്ടാകാം. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നില്ല, കാൽഷ്യം കൂടുതൽ അകത്ത് ഇരിക്കുകയും ചെയ്യാം. സോ അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ദിസ് ഫേസ് 3 ക്യാൻ ബി ലൈക്ക് ദിസ്. ഫേസ് 3 ഇങ്ങനെ അങ്ങോട്ട് നീണ്ടുപോകാം. സോ ഒന്നും കൂടി ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. ഇതാണ് നോർമൽ. സോ ഫേസ് 3 ദിസ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ്, ഇങ്ങോട്ട് നീണ്ടുപോകാം. ഓക്കെ, ഫേസ് 3 depolarization has a longer duration of time, and this is also depolarization. ഈ depolarization ഇതിങ്ങനെയായിരുന്നു, has a longer duration of time. So repolarization നടക്കാൻ കൂടുതൽ സമയം എടുക്കുന്നു. സോ ഹൃദയത്തിന്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ഇതാണ്. ദിസ് ഈസ് ദ നോർമൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഡ്യൂറേഷൻ. സോ ഇപ്പോ എങ്ങനെയായി അത്? ദിസ് ഈസ് നൗ ലൈക്ക് ദിസ്. ആക്ഷൻ പൊട്ടൻഷ്യൽ ഡ്യൂറേഷൻ ഈസ് നൗ ഇൻക്രീസ്ഡ്. ഈ ഭാഗത്തിന് നമ്മൾ റിഫ്രാക്ടറി പീരീഡ് എന്നാണ് പറയുക, റിലേറ്റീവ് റിഫ്രാക്ടറി പീരീഡ്. സോ ഈ റിലേറ്റീവ് റിഫ്രാക്ടറി പീരീഡിൽ സോഡിയം ചാനൽസ്, ഇവിടെ നേരത്തെ ഇനാക്റ്റീവ് ആയിരുന്ന സോഡിയം ചാനൽസ് ഒക്കെ ഓൾറെഡി റിക്കവർ ചെയ്തിട്ടുണ്ട്. സോ ഇൻ റിലേറ്റീവ് റിഫ്രാക്ടറി പീരീഡ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇഫ് ദ ഇമ്പൾസ് ഈസ് സ്ട്രോങ്, പുതിയൊരു ഇമ്പൾസ് വരികയാണെന്ന് വെക്കുക, ആൻഡ് ഇഫ് ദാറ്റ് ഇമ്പൾസ് ഈസ് സ്ട്രോങ്, ദിസ് ക്യാൻ പ്രൊഡ്യൂസ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ. സോ ബിഫോർ റീപോളറൈസേഷൻ, ഇപ്പൊ റീപോളറൈസേഷൻ ഇവിടെ എത്തിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക, ഇവിടെ ഒരു പുതിയ ആക്ഷൻ പൊട്ടൻഷ്യൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരെണ്ണം വരിക എന്ന് വിചാരിക്കുക. സോ ദിസ് ക്യാൻ പ്രൊഡ്യൂസ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇവിടെ വെച്ചിട്ട് ഇത് ഇങ്ങനെ വീണ്ടും പോകാം, ഇത് നീണ്ട് ഇവിടെ എത്തി, ഇവിടെ വെച്ചിട്ട് വീണ്ടും പുതിയ റീപോളറൈസേഷൻ ഉണ്ടാകും. ഇതിങ്ങനെ വരുമ്പോൾ ഇവിടെ വെച്ചിട്ട് അടുത്തത് ഉണ്ടാകാം. സോ ദിസ് ക്യാൻ ഹാപ്പൻ. ഇതിങ്ങനെ വീണ്ടും വീണ്ടും തുടരാം. സോ ഈ തരം അരിത്മിയ, ഇങ്ങനെ ഉണ്ടാകുന്ന ഈ അരിത്മിയാണ് നമ്മൾ ടോർസൈഡീസ് ഡി പോയിന്റ്സ്, ടോർസൈഡീസ് ഡി പോയിന്റ്സ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത്. സോ ഫേസ് 3 പൊട്ടാസ്യം ചാനൽ അടയ്ക്കുന്നതോ കാൽഷ്യം ചാനൽ കൂടുതൽ തുറക്കുന്നതോ മൂലം പ്രൊലോങ്ങേഷൻ ഓഫ് റിഫ്രാക്ടറി പീരീഡിൽ ഇൻക്രീസ്ഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഡ്യൂറേഷൻ ഉണ്ടാക്കും. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിന്റെ ECG വരയ്ക്കുകയാണെങ്കിൽ, ഇതാണ് നോർമൽ ECG, ആൻഡ് ദിസ് ഇസ് P വേവ്, ദിസ് ഇസ് QRS, ആൻഡ് ദിസ് ഇസ് T. സോ ഈ Q മുതൽ T വരെയുള്ളതിനെ നമ്മൾ QT ഇന്റർവെൽ എന്നാണ് നമ്മൾ പറയുക. നമ്മൾ ഇതിനെ QT ഇന്റർവെൽ എന്നാണ് സാധാരണ പറയുക. സോ ഇവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഡ്യൂറേഷൻ വർദ്ധിച്ചു. സോ ആക്ഷൻ പൊട്ടൻഷ്യൽ ഡ്യൂറേഷൻ ഈസ് ഇൻക്രീസ്. സോ വെൻട്രിക്കിൾസ് ആർ മോർ ഇൻ എ കൺട്രാക്ടൈൽ സ്റ്റേറ്റ്. സോ ECGയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, സോ ഇതാണ് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ ECGയിൽ. സോ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ ഈസ് നൗ ഇൻക്രീസ്. സോ ദിസ് QT ഈസ് നൗ പ്രൊലോങ്. സോ QT ഇന്റർവൽ പ്രൊലോങ്ഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇമ്പൾസ് ഉണ്ടായാൽ വെൻട്രിക്കിൾസ് വീണ്ടും കൺട്രാക്ഷനിലേക്ക് പോകും. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. കാരണം സോഡിയം ചാനൽസ് ഈ സമയം കൊണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് ദ സോഡിയം ചാനൽസ് ഓപ്പൺ, ക്ലോസ്ഡ് ഓർ ഇനാക്ടിവേറ്റഡ് ഹിയർ ഈസ് നൗ ബീൻ റിക്കവേർഡ്. സോ പ്രൊലോങ്ങേഷൻ ഓഫ് QT interval can cause an arrhythmia, and this type of arrhythmia we call it as Torsades points, or വേറെ പേര് polymorphic ventricular tachycardia എന്നും നമ്മൾ പറയും. TD Torsades points or polymorphic ventricular tachycardia എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. Now Torsades pointsന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, or Torsades points പോലെയുള്ള ഈ അരിത്മിയയുടെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ നമുക്ക് ഇവിടെ അറിയാവുന്ന എന്താണ്? പൊട്ടാസ്യം ചാനൽ ഇവിടെ അടഞ്ഞിരിക്കുകയാണ്. K+ channel is closed but calcium channel is open. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് if we can close this calcium channel, ഈ കാൽഷ്യം ചാനലിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ ലഘൂകരിക്കാൻ പറ്റും. So the drug, what's the drug we can use to close this calcium channel is IV magnesium sulfate, IV MgSO4 magnesium sulfate ആണ് നമ്മൾ
ഇവിടെ ഉപയോഗിക്കുന്നത്. The drug of choice is IV magnesium sulfate. So magnesium is also divalent. Magnesium is little bit bigger than calcium, so it can bind or it can block the calcium channel. Calcium channel ne block ചെയ്യാൻ magnesium പറ്റും. So അതുകൊണ്ട് the drug of choice for torsade point TDP. Torsade points is IV magnesium sulfate. ഇനി ഇതിന്റെ കൂടെ നമുക്ക് ഐസോപ്രിനാലിൻ കൊടുക്കാം. ഐസോപ്രിനാലിൻ ഓർ നേരത്തെ നമുക്കറിയാം ഐസോപ്രോട്ടർനോൾ എന്ന് പറയുന്ന മരുന്ന് കൂടി ചെയ്യാം. സോ ഐസോപ്രിനാലിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലൈക്ക് ബീറ്റ അഗോണിസ്റ്റ് ആണ്. ബീറ്റ അഗോണിസ്റ്റിന്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഉദാഹരണത്തിന് സാൽബുട്ടമോൾ പോലെയുള്ള ഡ്രഗുകളൊക്കെ നമ്മൾ ചില ഉപയോഗം പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ചെയ്യാനാണ്, അല്ല ECFൽ നിന്ന് ICFലേക്ക് പൊട്ടാസ്യം അകത്തേക്ക് കയറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ പൊട്ടാസ്യം ചാനൽ ഓപ്പണർ ആണ്. സോ വി ക്യാൻ ഗിവ് ദിസ്. സോ ദിസ് ഓൾസോ ഡിക്രീസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഡ്യൂറേഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി നൗ ഇറ്റ് ഈസ് നോട്ട് ടോർസഡി പോയിന്റ്സ് ആയിട്ടില്ല, പക്ഷേ ECGയിൽ ദിസ് ഈസ് എക്സ്റ്റെൻഡഡ്. QT ഈസ് പ്രൊലോങ്ഡ്. QT പ്രൊലോങ്ങേഷൻ വന്നിട്ടുണ്ട്, പക്ഷെ ടോർസഡി പോയിന്റ്സ് ആയിട്ടില്ല. അടുത്ത എപ്പോൾ വേണമെങ്കിലും ടോർസഡി പോയിന്റ്സ് ആകാം. സോ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ടോർസഡി പോയിന്റ്സ് തടയാൻ, ഇതുണ്ടാവുന്നത് തടയാൻ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ ദ ഡ്രഗ് ഹിയർ ഈസ് ബീറ്റ ബ്ലോക്ക്. ഇവിടെ നമ്മൾ ബീറ്റ ബ്ലോക്കർ ആണ് കൊടുക്കുക. എന്തുകൊണ്ടാണ് ബീറ്റ ബ്ലോക്കർ കൊടുക്കുക? ബിക്കോസ് ഇവിടെ ഒരു പുതിയ ആക്ഷൻ പൊട്ടൻഷ്യൽ വരുന്നത് കൊണ്ടാണ് ദിസ് ക്യാൻ കോസ് ആൻ അരിത്മിയ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകാനുള്ള ചാൻസ്. പുതിയൊരു ഇമ്പൾസ് വരണം. സോ ബീറ്റ ബ്ലോക്കർ ഹൃദയത്തിൽ നിന്നുള്ള SA നോഡിൽ നിന്നുള്ള ഇമ്പൾസിന്റെ എണ്ണം കുറയ്ക്കും. സോ ദർ വിൽ ബി ലെസ്, ഇവിടെ ഒരു ഇമ്പൾസ് കുറവായിരിക്കും. സോ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രഗ് ആണ് ബീറ്റ ബ്ലോക്കർ. സോ പുതിയ ഇമ്പൾസ് വെൻട്രിക്കിൾസിൽ എത്താതെ നോക്കിയാൽ നമുക്ക് ടോർസഡി പോയിന്റ്സ് കുറയ്ക്കാനായിട്ട് തടയാനായിട്ട് പറ്റും. സോ ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ലോങ് QT പ്രൊലോങ്ങേഷൻ ഈസ് ബീറ്റ ബ്ലോക്കർ. ബട്ട് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ടോർസഡി പോയിന്റ്സ് ഈസ് മാഗ്നീഷ്യം സൾഫേറ്റ്. സോ രണ്ട് മരുന്നുകൾ നമ്മളിവിടെ പഠിച്ചു. ഇനി ട്രിഗേർഡ് ഓട്ടോമാറ്റിസിറ്റിയിൽ നമുക്ക് പറയാനുള്ളത് ഡിലേഡ് ആഫ്റ്റർ ഡീപോളറൈസേഷൻ ആണ്. ഡിലേഡ് ആഫ്റ്റർ ഡീപോളറൈസേഷൻ നമ്മൾ പറഞ്ഞു ഇവിടെയാണ് phase 4ലാണ് സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു. സോ ഇറ്റ്സ് ഹാപ്പൻസ് ഹിയർ ഇൻ ദ phase 4. സോ ഇവിടെ മെയിൻ അയോൺ ഈസ് കാൽഷ്യം. പ്രധാനപ്പെട്ട അയോൺ കാൽഷ്യം ആണ്. ഇവിടെ കാൽഷ്യം അളവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ സ്പോണ്ടേനിയസ് ഡീപോളറൈസേഷൻ. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നടക്കേണ്ടത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. സോ ദിസ് ക്യാൻ പ്രൊഡ്യൂസ് എ സ്പോണ്ടേനിയസ് ഡീപോളറൈസേഷൻ early. So that's why it's called as delayed after depolarization. ഒരു ഡീപോളറൈസേഷന് ശേഷമാണ് അടുത്തുണ്ടാകുന്നത്. സോ ഇതുണ്ടാകുന്നത് കാൽഷ്യം കൂടുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു. കാൽഷ്യം കൂടാനുള്ള ചാൻസസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു MI അറ്റാക്ക് കഴിഞ്ഞാലോ, മയോകാർഡിയൽ ഇൻഫാർക്ഷൻ കഴിഞ്ഞാലോ, ഇഷ്കീമിക് അറ്റാക്സ്, അൻജൈന അങ്ങനെ കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഡിജോക്സിൻ എന്ന് പറയുന്ന മരുന്ന് കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഇൻട്രാസെല്ലുലാർ കാൽഷ്യം കൂട്ടാം എന്ന് നമുക്കറിയാം. സോ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് കാൽഷ്യം കൂടുതലായിട്ടിരിക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഇമ്പൾസ് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ നടക്കേണ്ടത് ഇവിടെ നടക്കും. അതിനാണ് നമ്മൾ ഡിലേഡ് ആഫ്റ്റർ ഡീപോളറൈസേഷൻ. സോ ദിസ് ക്യാൻ ഓൾസോ പ്രൊഡ്യൂസ്, സോ ഇങ്ങനെ അങ്ങ് നടക്കാം ആൻഡ് അടുത്ത് വീണ്ടും നടക്കാം. സോ ദിസ് ക്യാൻ ഓൾസോ പ്രൊഡ്യൂസ് പോളിമോർഫിക് വെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയ ഉണ്ടാക്കാം. പക്ഷെ മറ്റേതായിട്ടുള്ള വ്യത്യാസം എന്ന് കഴിഞ്ഞാൽ ഇവിടെ ലോങ് QT സിൻഡ്രോം ഇല്ല. നോ QT പ്രൊലോങ്ങേഷൻ. QT പ്രൊലോങ്ങേഷൻ ഇവിടെ ഇല്ല. QT ഇന്റർവൽ ഇവിടെ വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതും അതുമായിട്ടുള്ള വ്യത്യാസം. ബട്ട് ദ ട്രീറ്റ്മെന്റ്, ദ ഡ്രഗ് ഈസ് വൺ ആൻഡ് സെയിം. ദാറ്റ് ഈസ് വി ക്യാൻ യൂസ് ദ ബീറ്റ ബ്ലോക്കർ നമുക്ക് ഇവിടെ കൊടുത്താൽ അത് കൊടുക്കുകയാണെങ്കിൽ ദിസ് ക്യാൻ പ്രിവെന്റ് ദിസ് ഡിലേഡ് ആഫ്റ്റർ ഡീപോളറൈസേഷൻ. സോ ദിസ് അബൌട്ട് ദ ട്രിഗേർഡ് ഓട്ടോമാറ്റിസിറ്റി. രണ്ടാമത്തെ ഇമ്പൾസ് കണ്ടക്ഷൻ ഇൻക്രീസ് ആണ്. ഇമ്പൾസ് കണ്ടക്ഷൻ ഇൻക്രീസിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് റീ എൻട്രി ആണ്. റീ എൻട്രി മെക്കാനിസം അരിത്മിയ ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെക്കാനിസമാണ് റീ എൻട്രി മെക്കാനിസം. ഇറ്റ്സ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഫോം. ഒരു 250 മുകളിൽ അല്ലെങ്കിൽ 350 മുകളിലുള്ള ഫിബ്രിലേഷൻ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഫ്ലട്ടർ. സോ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ഉണ്ടാക്കാം. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, ഫ്ലട്ടർ ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് റീ എൻട്രി മെക്കാനിസത്തിനാണ്. സോ വാട്ട് ഈസ് റീ എൻട്രി? മലയാളത്തിൽ നമുക്ക് തിരിച്ചുവരവ് എന്നായിരിക്കും പറയാം. സോ ആരാണ് തിരിച്ചു വരുന്നത് വെച്ചാൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ആണ് തിരിച്ചു വരുന്നത്. ആക്ഷൻ പൊട്ടൻഷ്യൽ ഒരു സർക്യൂട്ട് മൂവ്മെന്റ് ഉണ്ടാക്കുന്നു. ഇറ്റ് പ്രൊഡ്യൂസസ് എ സർക്യൂട്ട് മൂവ്മെന്റ്. ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസസ് എ സർക്യൂട്ട് മൂവ്മെന്റ്. നമുക്ക് റീ എൻട്രിയുടെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലേഷൻ ഓഫ് ആൻ ഇമ്പൾസ്. സോ സർക്കുലേഷൻ ആണ് ഒരു ഇമ്പൾസ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു. അറൌണ്ട് ഇതിലെവിടെ എന്താ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നോൺ എക്സൈറ്റബിൾ ഒബ്സ്ട്രക്ഷൻ ഇൻ ദ ഹാർട്ട്. ഹൃദയത്തിലൊരു ഒബ്സ്ട്രക്ഷൻ, ഇതൊരു ഒബ്സ്ട്രക്ഷൻ ആണ്. അവിടെ നോൺ എക്സൈറ്റബിൾ ആണ്. ദിസ് കനോട്ട് എക്സൈറ്റ്. ഇത് എക്സൈറ്റേഷനുള്ള കഴിവില്ലാത്ത ഒരു ഏരിയയുടെ ചുറ്റും കിടന്ന് ഇങ്ങനെ സർക്യൂട്ട് അടിക്കുന്നതിനെയാണ് നമ്മൾ റീ എൻട്രി മെക്കാനിസം എന്ന് പറയും. ആൻഡ് വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. അതും കൂടി ഉണ്ടെങ്കിലേ റീ എൻട്രി നടക്കുകയുള്ളൂ. ദാറ്റ് മീൻസ് ഒരു വശത്ത് സ്പീഡ് കുറവായിരിക്കാം. വൺ സൈഡ് ദ സ്പീഡ് ഷുഡ് ബി സ്ലോ ആൻഡ് സെക്കൻഡ് സൈഡ് ദ സ്പീഡ് ഷുഡ് ബി ഫാസ്റ്റ്. ഈ ഒബ്സ്ട്രക്ഷന്റെ ഒരു സൈഡിൽ കണ്ടക്ഷൻ സ്ലോ ആവണം, സ്ലോ കണ്ടക്ഷൻ ആയിരിക്കണം, ആൻഡ് മറ്റേ സൈഡിൽ കണ്ടക്ഷൻ ഫാസ്റ്റും ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് എന്ത് സംഭവിക്കുക? റീ എൻട്രി മെക്കാനിസം. നമുക്കൊരു പ്രവർത്തിക്കാത്ത ഒരു
ഭാഗം, സോ ഇത് ഹൃദയത്തിന്റെ ഒരു പ്രവർത്തിക്കാത്തൊരു ഭാഗമായിട്ട് കൂട്ടുക. ബിക്കോസ് ഓഫ് MIO എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. MI മയോകാർഡിയൽ ഇസ്കീമിയ മൂലം പ്രവർത്തിക്കാത്തൊരു ഭാഗം. സോ ഇങ്ങോട്ടേക്ക് ഒരു ഇമ്പൾസ് വരികയാണെന്ന് വിചാരിക്കുക. ആൻഡ് ഇമ്പൾസ് ഇസ് കമ്മിങ്. ഇങ്ങോട്ടേക്ക് കടക്കില്ല, ബിക്കോസ് ഈ ഭാഗത്ത് ഇമ്പൾസ് കടത്തിവിടാനുള്ള ശേഷിയില്ല. ദാറ്റ് ഈസ് ഫൈബ്രോട്ടിക്. ടിഷ്യൂ ഈസ് ഇൻഎക്സൈറ്റബിൾ ഓർ ദ ടിഷ്യൂ ഈസ് റിഫ്രാക്ടറി. ഇപ്പൊ എന്ത് സംഭവിക്കും? സോ ഇമ്പൾസിന് രണ്ട് ഭാഗത്തേക്ക്, ഇങ്ങോട്ടേക്ക് പോകാം, ഇങ്ങോട്ടേക്ക്, രണ്ട് ഭാഗത്തേക്കും കടന്നു പോകും. വൺ ടു ദിസ് സൈഡ് ആൻഡ് വൺ ടു അതർ സൈഡ്. സോ ഇത് സർക്യൂട്ട് 1 ആണെന്ന് കരുതുക. സർക്യൂട്ട് 1 ആൻഡ് ദിസ് ഈസ് സർക്യൂട്ട് 2. ആൻഡ് തിങ്ക് ദാറ്റ് ദി സർക്യൂട്ട് 2 ഈസ് ഫാസ്റ്റ് ആൻഡ് സർക്യൂട്ട് 1 ഈസ് സ്ലോ. സർക്യൂട്ട് 2 ഫാസ്റ്റുമാണ്, സർക്യൂട്ട് സ്ലോ ആണെന്ന് കരുതുക. സർക്യൂട്ട് 2ലെ ഇമ്പൾസ്, സോ ബിക്കോസ് ദിസ് ഈസ് ഫാസ്റ്റ്, സർക്യൂട്ട് 2ലെ ഇമ്പൾസ് ഇവിടെ മറുഭാഗത്ത് വേഗം എത്തും. പക്ഷെ അപ്പോഴത്തേക്കും സർക്യൂട്ട് 1ലെ ഇമ്പൾസ് ഇവിടെ എത്തിയിട്ടില്ല. ഓക്കെ, സർക്യൂട്ട് 2ലെ ഇത് ഇങ്ങോട്ടേക്ക് പോകും. സർക്യൂട്ട് 1ലെ എത്തിയിട്ടില്ല. സർക്യൂട്ട് 1ലെ എത്തുന്നതിന് മുമ്പ് അപ്പോൾ ഇത് ഇവിടെ എത്തുമ്പോഴത്തേക്കും ദിസ് ക്യാൻ മൂവ് ടു ദിസ് സൈഡ്. ഇത് സർക്യൂട്ട് 1ലേക്ക് കടക്കാം. ആൻഡ് ദിസ് ക്യാൻ മേക്ക് കൺട്രാക്ട് ദിസ് ഏരിയ. അത് തിരിച്ച് വീണ്ടും സർക്യൂട്ട് 2ലേക്ക് പോകാം. ആൻഡ് ദിസ് ക്യാൻ അഗെയിൻ കം ഹിയർ ആൻഡ് ദിസ് ക്യാൻ. സോ ഇവിടെ ഈ ഏരിയയിൽ ആദ്യം ഒരു ഇമ്പൾസ് വരാം, പിന്നെ ഒരു ഇമ്പൾസ് വരാം, പിന്നെ ഒരു ഇമ്പൾസ് വരാം. സോ ദിസ് ക്യാൻ, ഇത് ഇവിടെ കിടന്ന് ഇങ്ങനെ സർക്യൂട്ട് അടിച്ചുകൊണ്ടേയിരിക്കാം. സോ നൗ ദിസ് സർക്യൂട്ട് മൂവ്മെന്റ് ഇറ്റ് സെൽഫ് ആക്ട് ആസ് എ സെന്റർ ഓഫ് ഇമ്പൾസ് ജനറേഷൻ. സോ ഇവിടെ നിന്നുള്ള ഇമ്പൾസ് ഇനി വേണ്ട, ഇവിടെ നിന്ന് തന്നെ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. സോ ദിസ് ഏരിയ ക്യാൻ നൗ പ്രൊഡ്യൂസ് എ എക്ടോപിക് ഫോക്ക്. അതാണ് നമ്മൾ പറയുന്നത്. നോ നീഡ് ഓഫ് എൻ SA നോഡ് ഓർ AV നോഡ്. ഒരു SA നോഡോ AV നോഡോ വേണ്ട. ദിസ് ഈസ് നൗ ആൻ എക്ടോപിക് ഫോക്ക്. ടോപ്പിക് ഫോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SA നോഡോ AV നോഡോ അല്ലാതെ സ്വയം കൺട്രാക്ട് ചെയ്യുന്ന ഓട്ടോമാറ്റിസിറ്റി ഉള്ള ഒരു ഏരിയയാണ് നമ്മൾ എക്ടോപിക് ഫോക്കായി എന്ന് പറയുക. സോ ദ ടിഷ്യൂ വിൽ ഗെറ്റ് സ്റ്റിമുലേറ്റഡ് ആൻഡ് സ്റ്റിമുലേറ്റഡ് again and again, and this can cause a fibrillation or flutter. So if it is in the ventricle, this can cause ventricular fibrillation and flutter എന്നിവ ഉണ്ടാക്കും. സോ റീഎൻട്രി എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. സോ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റീഎൻട്രി? രണ്ട് തരം റീഎൻട്രി ഉണ്ട്. വൺ ഈസ് കോൾഡ് ആസ് അനാറ്റമിക്കൽ റീഎൻട്രി. അനാറ്റമിക്കൽ റീഎൻട്രി ഉണ്ട്. ദെൻ രണ്ടാമത്തത് ഫങ്ഷണൽ റീഎൻട്രി. ഫങ്ഷണൽ റീഎൻട്രി. അനാറ്റമിക്കൽ റീഎൻട്രിയിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ദർ ഇസ് എ വെൽ ഡിഫൈൻഡ് അനാറ്റമിക്കൽ പാത്ത്. ഒരു കൃത്യമായി ഡിഫൈൻഡ് ആയിട്ടുള്ള അനാറ്റമിക്കൽ പാത്ത് വേ ഉണ്ടായിരിക്കും. ഇൻ ഫങ്ഷണൽ അങ്ങനെയുള്ള വെൽ ഡിഫൈൻഡ് സെപ്പറേറ്റ് പാത്ത് വേ ഇല്ല. ഒക്കർ അറൗണ്ട് ആൻഡ് ഫൈബ്രോട്ടിക് സ്കാർ. നമ്മൾ ഈ പറഞ്ഞത് ഒരു ഫൈബ്രോട്ടിക് സ്കാർ ആണെങ്കിൽ ഇതിനു ചുറ്റും ഇങ്ങനെ നടക്കുന്നതിനെയാണ് നമ്മൾ ഫങ്ഷണൽ റീഎൻട്രി എന്ന് പറയുക. ആൻഡ് ദിസ് ഫങ്ഷണൽ റീഎൻട്രി ആണ് പ്രധാനമായിട്ടും ദിസ് ഫ്ലട്ടർ, ഏട്രിയൽ ഫ്ലട്ടർ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഫങ്ഷണൽ റീഎൻട്രിയാണ്. ഇനി അനാറ്റമിക്കലിന്റെ മിക്കവാറും AV നോഡിന് ചുറ്റുമായിരിക്കും. സോ നമ്മളിപ്പോൾ ഹേർട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇഫ് യു ഡ്രോ ദ ഹേർട്ട്, സോ ദിസ് ഇസ് SA നോഡ് ആൻഡ് ദിസ് ഇസ് AV നോഡ്. ഈ AV നോഡിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഉണ്ടാകും. സോ ദർ ഇസ് എ പാത്ത് വേ ഹിയർ. സാധാരണ പോകേണ്ട ഇങ്ങനെ ആയിരിക്കും, പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും പോകേണ്ടത്. അങ്ങനെ അല്ലാതെ ഒരു പാത്ത് വേ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഇൻഎക്സൈറ്റബിൾ AV നോഡ്. AV നോഡിനേക്കാൾ കൂടുതൽ ഇതായിരിക്കും ഫാസ്റ്റ് പാത്ത്. ഇത് സ്ലോ പാത്ത് വേ ആയിരിക്കും. അനാറ്റമിക്കൽ റീഎൻട്രിനെ നമുക്ക് PSVT എന്നും വിളിക്കാം. PSVT മീൻസ് പാരോക്സിസ്മൽ സുപ്രാ വെൻട്രിക്കുലാർ ടാക്കികാർഡിയ എന്നും വിളിക്കും. ഈ PSVT രണ്ട് തരമുണ്ട്. PSVT വൺ ഈസ് ഏട്രിയോ വെൻട്രിക്കുലാർ റീഎൻട്രന്റ് അരിത്മിയ. ഏട്രിയോ വെൻട്രിക്കുലാർ റീഎൻട്രന്റ് അരിത്മിയ എന്ന് പറഞ്ഞ ഒരെണ്ണമാണ്. രണ്ടാമത്തുള്ളത് AV നോഡൽ റീഎൻട്രന്റ് അരിത്മിയ. ഇങ്ങനെ രണ്ടുപേരുണ്ട്. പക്ഷെ സാധാരണ ഇതിൽ PSVT എന്ന് പറയുമ്പോൾ ആൾക്കാരെല്ലാവരും അല്ലെങ്കിൽ പല ബുക്കുകളിലും എല്ലാം ഇതായിരിക്കും. ബട്ട് ആക്ച്വലി PSVT ക്യാൻ ബി ഏട്രിയോ വെൻട്രിക്കുലാർ റീഎൻട്രന്റ് അരിത്മിയ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ AV നോഡൽ റീഎൻട്രന്റ്. സോ ഇങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. PSVT എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ടും വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഏട്രിയോ വെൻട്രിക്കുലാർ റീഎൻട്രന്റ് പാത്വേ ആണ് ഞാൻ ഇവിടെ വരച്ചിരുന്നത്. ഈ വരച്ചതിൽ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? ഇവിടെ ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് ഒരു അബ്നോർമൽ ഫാസ്റ്റ് പാത്വേ ഉണ്ട്. ആൻഡ് സാധാരണ നോർമൽ ആയിട്ടുള്ള AV നോഡൽ പാത്വേ സ്ലോ പാത്വേ ആണ് എന്ന് നമ്മൾ. സോ ഇങ്ങനെ ഉണ്ടാവുന്നതിന് ദിസ് ബണ്ടിൽ, ഈ ബണ്ടിലിനെ അബ്നോർമൽ എന്താ പറയുക, ഇങ്ങനെ ഉണ്ടാവുന്നതിനെ നമ്മൾ ബണ്ടിൽ ഓഫ് കെൻഡ് എന്നാണ് പറയുന്നത്. ഇവിടെ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ ഇത് ഫാസ്റ്റ് കണ്ടക്ടിങ് സ്ലോ കണ്ടക്ടിങ് ആണ്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ ഒരു there can occur a re-entry here and this produces an arrhythmia. and ഈ അരിത്മിയയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേര് WPW syndrome എന്നാണ് വിളിക്കുന്നത്. ഓർ ഇതിന്റെ പേര് വോൾഫ് പാർക്കിൻസൺ വൈറ്റ് സിൻഡ്രോം. സോ ഇത് നമ്മൾ വോൾഫ് പാർക്കിൻസൺ വൈറ്റ് സിൻഡ്രോം എന്ന് വിളിക്കും. ഇതിനെന്താണ് ട്രീറ്റ്മെന്റ്
ട്രീറ്റ്മെന്റ് ഇങ്ങനെ ബണ്ടിൽ ഓഫ് കെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് WPY സിൻഡ്രോമിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ റേഡിയോ ഫ്രീക്വൻസി വെച്ചിട്ട് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ പാത്വേ അങ്ങോട്ട് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഇതിന്റെ ഡെഫിനറ്റ് ട്രീറ്റ്. പക്ഷേ അതിന് കൂടെ വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ ഉണ്ടെങ്കിൽ if there is fibrillation we have to give IV procainamide കൊടുക്കാം. IV procainamide അല്ലെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാനാണെങ്കിൽ if there is for prevention നമുക്ക് ഓറൽ ഫ്ലക്കായനൈഡ്, ഇതൊക്കെ നമ്മൾ പഠിക്കും, ആന്റിആരിത്മിക് ഡ്രഗ്സിൽ പഠിക്കും. ഓറൽ ഫ്ലക്കായനൈഡ് എന്ന മരുന്ന് നമുക്ക് കൊടുക്കാം. ദെൻ ഈ രണ്ട് മരുന്നും സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ് ആണ്. പക്ഷെ രണ്ടും ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ AV നോഡിനെ സപ്രസ് ചെയ്യുന്നില്ല. ഇറ്റ് ഡസൻ സപ്രസ് ദ AV നോഡ്. ഇനി ഇതല്ലാതെ ഡെഫിനിറ്റ് അനാറ്റമിക്കൽ പാത്വേ അല്ലാത്തൊരു പാത്വേ ഉണ്ട്. ഓക്കെ, കുറച്ച് നോട്ട്സ് ഈ AV നോട്ട്സിന് ചുറ്റും കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവുകയും കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നതിനാണ് നമ്മൾ AV നോഡൽ റീ എൻട്രന്റ് അരിത്മിയ എന്ന് പറയുന്നത്. അതിന് നമ്മൾ PSVT എന്നും പ്രത്യേകം പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അല്ലെങ്കിൽ ഇതിനെ രണ്ടിനെ നമുക്ക് PSVT എന്ന് വിളിക്കാം. ചില ആൾക്കാർ ഇതിനെ WPY സിൻഡ്രോം എന്ന് മാത്രം വിളിക്കും. ഓക്കെ, എനിക്ക് അത് പോട്ടെ. ഇതിലാണെങ്കിൽ നമുക്ക് ഈ ഭാഗം കരിച്ചു കളയാൻ പറ്റില്ല, ബിക്കോസ് നമ്മുടെ AV നോഡ് തന്നെയാണ്. സോ വാട്ട് വി ക്യാൻ ഡു ഇസ് ടു സപ്രസ്, ഈ AV നോഡിനെ സപ്രസ് ചെയ്യുക എന്നുള്ളതാണ്. സപ്രസ് ദിസ് AV node. So that pathway വർക്ക് ചെയ്യത്തില്ല. That pathway will not conduct. AV നോഡിനെ സപ്രസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സാധാരണ ചെയ്യുന്നത് കണ്ണിന്റെ ഇവിടെ ചെറിയ പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ്. ഒക്കുലാർ ഗൈറിക് റിഫ്ലക്സ് വഴി അപ്പോൾ ചെറിയ പ്രഷർ ഉണ്ടാകും. ഓക്കെ, വാട്ട് വി ആർ ഡൂയിങ് ഈസ് സ്റ്റിമുലേറ്റിംഗ് ദ വാഗസ് നെർവ്. വാഗസ് നെർവിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. വാഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ AV നോഡിനെ സപ്രസ് ചെയ്തോളും. ഓർ കഴുത്തിന്റെ ഇവിടെ കരോട്ടിഡ് മാസേജ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വൾസൽവ മാനുവർ. സോ അങ്ങനെയൊക്കെയുള്ള പല പ്രൊസീജിയർ ചെയ്തിട്ടാണ് നമ്മൾ തൽക്കാലം ഈ വാഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ ഡിപ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ അത് കുറച്ച് നേരത്തേക്ക് ചെയ്യാം. ദെൻ കുറച്ചു നേരം അക്യൂട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ വാട്ട് വി ക്യാൻ ഡു ഈസ് ടു ഗിവ് എ ബ്ലോക്കർ. AV നോഡൽ ബ്ലോക്കർ എന്ന് പറയുന്ന മരുന്നുണ്ട്. സോ വാട്ട് ആർ ദ AV നോഡൽ ബ്ലോക്കേഴ്സ്? AV നോഡൽ ബ്ലോക്കർ ഈസ് അഡിനോസിന് ഒരു 10 സെക്കൻഡ് നേരം ആക്ട് ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ. സോ ടു ഗിവ് IV ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്യൂഷൻ കൊടുത്തോണ്ടിരിക്കുക. സോ അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. ഷോർട്ട് ആക്ടിംഗ് ഡ്രഗ് ആണ്. റിക്കറന്റ് PSVT. ഫോർ PSVT തുടർച്ചയായിട്ടുണ്ടെങ്കിൽ ദ ഡ്രഗ് വി ഹാവ് ടു ഗിവ് എ ലോങ് ആക്ടിംഗ് AV നോഡൽ ബ്ലോക്കർ. അത് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ്. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഏതാണ്? വെരാപ്പമിൽ എന്ന് പറയുന്ന ഡ്രഗ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. സോ വെരാപ്പമിൽ ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതിനെ സ്റ്റോപ്പ് ചെയ്തോളും. AV നോഡിനെ ഡിപ്രസ് ചെയ്തോളും. ഓക്കെ, പക്ഷേ ഇഫ് ദ കേസ് ഇസ് WPY ആണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു റേഡിയോ അബ്ലേഷൻ ആണെന്ന് പറഞ്ഞു, IV പ്രൊക്കാനമൈഡ് കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷേ വി ഷുഡ് നോട്ട് ഗിവ് ദീസ് 2 ഡ്രഗ്സ് ഇൻ ദിസ് കണ്ടീഷൻ. ഈ ആദ്യത്തെ നമ്മൾ പറഞ്ഞ എട്രിയോ വെൻട്രിക്കുലാർ റീ എൻട്രന്റ് അരിത്മിയ, ഇവിടുന്ന് ഇങ്ങനെ കയറുന്ന റീ എൻട്രന്റ് അരിത്മിയ ഉണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് ഗിവ് ദിസ് അഡിനോസിൻ ആൻഡ് കാൽഷ്യം ചാനൽ ബ്ലോക്കർ. അബ്സല്യൂട്ട്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ്. അനാറ്റമിക്കൽ അല്ലാതെ ഫങ്ഷണൽ റീ എൻട്രിയിലാണെങ്കിൽ നമുക്ക് ഡ്രഗുകൾ കൊടുക്കുക ടു പ്രിവെന്റ് ദ ഏട്രിയൽ ഫിബ്രിലേഷൻ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക. ഓർ വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ, ഇത് രണ്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫങ്ഷണൽ റീ എൻട്രിയിൽ മരുന്ന് കൊടുക്കുക. ആൻഡ് ഫിബ്രിലേഷൻ ആണെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഈസ് കാർഡിയോവേർഷൻ ചെയ്യാന്ന് വെച്ചാൽ ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ട് SA നോഡിനെ നോർമൽ റിതമിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ബ്രിങ് ബാക്ക് ദ SA നോഡിന്റെ റിതമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോ AF ഏട്രിയൽ ഫ്ലട്ടർ ഓഫ് ഫിബ്രിലേഷൻ ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഡേഞ്ചറസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ ചെയ്യേണ്ടത് ഇപ്പോൾ ഹാർട്ട് ഇതാണെങ്കിൽ ഇവിടെയൊക്കെ ആണെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഈസ് ടു പ്രിവെന്റ് ദിസ് ടു റീച്ച് ഹിയർ. വെൻട്രിക്കിളിലേക്ക് വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. സോ പ്രിവെന്റ്. സോ വി ക്യാൻ ഗിവ് ദിസ് ബ്ലോക്കർ, AV നോഡൽ ബ്ലോക്കർ കൊടുക്കുക എന്നുള്ളതാണ്. സോ വാട്ട് വി ക്യാൻ ഡു ഈസ് ടു ഗിവ് ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ സപ്രസ് ദ AV നോഡ്. ദെൻ പിന്നെ നമുക്ക് കൊടുക്കാവുന്നത് കാൽഷ്യം ചാനൽ ബ്ലോക്കർ കൊടുക്കാം. കാൽഷ്യം ചാനൽ ബ്ലോക്കർ ദാറ്റ് വെരാപ്പമിൽ ഡ്രഗ് ദാറ്റ് ക്യാൻ ഓൾസോ സപ്രസ്. ദെൻ SVT means supraventricular tachycardia. That means any tachycardia above here. ഇവിടെയാണെങ്കിൽ നമുക്ക് SVTയിൽ അക്യൂട്ട് PSVT ആണ് വിചാരിക്കുക. അക്യൂട്ട് PSVTയിലാണെങ്കിൽ അഡിനോസിനാണ് കൊടുക്കുക. അഡിനോസിൻ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യും, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അഡിനോസിൻ കൊടുക്കാം. ബീറ്റ ബ്ലോക്കർ കൊടുക്കാം. ബീറ്റ ബ്ലോക്കർ കൊടുക്കുന്നത് ഡിജോക്സിൻ ഇൻഡ്യൂസ്ഡ് SVTയിലാണെങ്കിലാണ് ബീറ്റ ബ്ലോക്കർ ഡ്രഗ് ഓഫ് ചോയ്സ്. കാൽഷ്യം ചാനൽ ബ്ലോക്കർ കൊടുക്കുന്നത് ഓൾ ദ എല്ലാ SVTയിലും അക്യൂട്ട് PSVTയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇൻ PSVT we will give for maintenance. PSVTയിൽ നമുക്ക് മെയിൻ്റനൻസിനായിരിക്കും നമ്മളത് കൊടുക്കുക. ഇനി ഡിജോക്സിനും കൊടുക്കാം. ഡിജോക്സിൻ എവിടെ കൊടുക്കുക? ഡിജോക്സിൻ കൊടുത്തത് ഡ്രഗ് ഓഫ്
choice in SVT എന്ന് വെച്ചാൽ supraventricular, ഇവിടെ അടുത്താണ് ഞാൻ പറഞ്ഞു, with heart failure. If the patient is having heart failure and if he is having supraventricular tachycardia, then the drug of choice is digoxin. So ഈ കണ്ടീഷൻസിൽ നമ്മൾ കൊടുക്കുക ഏത് അവസ്ഥയിലാണ് രോഗി, എന്തെല്ലാം കണ്ടീഷൻ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുക. അല്ലാതെ there is no one drug, ഒരു ഡ്രഗ് ബീറ്റാ ബ്ലോക്കർ കൊടുത്തേക്കാം എന്നല്ല, കാൽഷ്യം ചാനൽ ബ്ലോക്കർ കൊടുത്തേക്കാം, അങ്ങനെയല്ല. So depends upon the condition of the patient, the drug will be changed. So atrial flutter, atrial fibrillation or supraventricular arrhythmia നമ്മൾ ആദ്യം നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കടക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇവിടെയുള്ള ഈ സംഭവങ്ങൾ, ഐ മീൻ ദിസ് ഫിബ്രിലേഷൻ വി ഹാവ് ടു കൺട്രോൾ, അതിന് കൊടുക്കാവുന്ന മരുന്ന് പൊട്ടാസ്യം ചാനൽ ബ്ലോക്കേഴ്സ് നമുക്ക് കൊടുക്കാം. ഡോഫിറ്റിലൈഡ് ഐബ്യൂട്ടിലൈഡ് പോലെയുള്ള ഡ്രഗുകൾ നമുക്ക് കൊടുക്കാം. ഓക്കെ, ദെൻ സോഡിയം ചാനൽ ബ്ലോക്കർ 1A 1C ഇത് നമുക്ക് പിന്നീട് പഠിക്കാം, എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ക്യാൻ കൺട്രോൾ ദ റിതം, ഇവിടുത്തെ ഏട്രിയലിലെ റിതം നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇനി എസേനോഡൽ റിതം, ഇവിടുത്തെ റിതം ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് വി ക്യാൻ ഗിവ് ബീറ്റാ ബ്ലോക്കർ നമുക്ക് കൊടുക്കാം. ദെൻ വി യൂഷ്വലി ഓൾസോ ആഡ് സം ആന്റികോയാഗുലൻസ്. ഇവിടെ രക്തം കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, ബിക്കോസ് ഹേർട്ട് ഈസ് ബീറ്റിംഗ് ട്രമെൻഡസ്ലി. സോ അങ്ങനെ കട്ട പിടിക്കാതിരിക്കാനായിട്ട് വി വിൽ ഗീവ് വാർഫാറിൻ പോലെയുള്ള മരുന്നുകളോ അപ്പിക്സാബാൻ പോലെയുള്ള മരുന്നുകളോ ഡാബിഗാട്ര. സോ ഇങ്ങനെയൊക്കെയുള്ള ആന്റികോയാഗുലൻസ്. സോ ആന്റികോയാഗുലൻസ് ഓർ ഓൾസോ ആഡഡ് ഇൻ ഏട്രിയൽ ഫിബ്രിലേഷൻ. സോ ഏട്രിയൽ ഫിബ്രിലേഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കടക്കാതിരിക്കുക, ദെൻ അപ്പോൾ ഇതിന് ഇവിടെ ബ്ലോക്കർ കൊടുക്കുക, ദെൻ ഇവിടെയുള്ള ഫിബ്രിലേഷൻ അതിനെ കൺട്രോൾ ചെയ്യുക, മൂന്നാമത്തത് അവിടെയുള്ള ആന്റികോയാഗുലൻസോ ഒക്കെ കൊടുത്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇനി വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ആണെങ്കിലും ഞാൻ രണ്ടും പറഞ്ഞു നേരത്തെ. കാർഡിയോവേർഷൻ ആദ്യം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ബിക്കോസ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഈസ് ടോക്സിക്. ഓക്കെ, ഇറ്റ് ക്യാൻ കിൽ പീപ്പിൾ. ഓക്കെ, വെരി എമർജൻസി സിറ്റുവേഷൻ ആണ്, നോ കാർഡിയക് ഔട്ട്പുട്ട്, ആൾ മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഡീഫിബ്രിലേഷൻ ചെയ്യുക. ഓക്കെ, ബൈ ഇലക്ട്രിക് ഷോക്ക്, കാർഡിയോവേർഷൻ, ദെൻ ഹൃദയത്തെ റിട്ടേൺ ചെയ്യുക ടു സ്പോണ്ടേനിയസ് കൺട്രാക്ഷൻ, വെൻട്രിക്കിൾസിനെ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. സോ വി ഗിവ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് അമിയോഡാരോൺ എന്ന് പറയുന്ന ഡ്രഗ് ആണ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. സോ ആഫ്റ്റർ MI ഒക്കെ കഴിയുമ്പോഴത്തേക്കും വി ഗിവ് അമിയോഡാരോൺ ആയിരിക്കും നമ്മൾ കൊടുക്കുക. പണ്ട് വി പ്രിസ്ക്രൈബ് ലിഗ്നോക്കെയിൻ ആയിരുന്നു. ലിഗ്നോക്കെയിൻ പല ബുക്കിലും ഇപ്പോൾ ലിഗ്നോക്കെയിൻ ആണ്, പക്ഷേ ദിസ് ഈസ് നോട്ട് പ്രിഫേർഡ്. നൗ അമിയോഡാരോൺ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. പിന്നെ നമുക്ക് പ്രൊക്കാനമൈഡ് കൊടുക്കാം, ഫ്ലക്കാനൈഡ്, സോട്ടലോളൊക്കെ കൊടുക്കാം. ഓക്കെ, ആൻഡ് MI കഴിഞ്ഞാണെങ്കിൽ പേഷ്യൻസിലാണെങ്കിൽ ഫ്ലക്കാനൈഡും സോട്ടലോളൊക്കെ അൺസേഫ് ആണ്. ഓക്കെ, ദെൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ വെൻട്രിക്കുലാർ ഫെയിലിയർ, VF കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ് കാൽഷ്യം ചാനൽ ബ്ലോക്ക്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് മെക്കാനിസം കോസിംഗ് അരിത്മിയയെ കുറിച്ച് പറയാനുള്ളത്. സോ വി സോ വാട്ട് ആർ ദ ഡിഫറെന്റ് മെക്കാനിസംസ് വിച്ച് ക്യാൻ കോസ് അരിത്മിയ കണ്ടു. സോ അപ്പോൾ തന്നെ വാട്ട് ആർ ദ ഡിഫറെന്റ് അരിത്മിയാസ്, പല അരിത്മിയയുടെ പേര് നമ്മൾ പറഞ്ഞു. ദെൻ വി ഓൾസോ സോ ദ വാട്ട് ആർ ദ ഡ്രഗ്സ്. സോ ഇനി അടുത്ത വീഡിയോയിൽ വാട്ട് വി ഹാഡ് ടു സീ ഈസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിഫറെന്റ് ടൈപ്സ്, ദ ഫാർമക്കോളജി ഓഫ് ആന്റി അരിത്മിക്സ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ തൊട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.